നിങ്ങൾ സങ്കടപ്പെട്ട് കരഞ്ഞുറങ്ങുന്ന ഒരാളാണോ രാത്രിയിൽ? അടുത്ത ദിവസം എണീക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യാറ്? ഇറ്റ്സ് യൂഷ്വലി നല്ലൊരു എനർജിയാണല്ലോ ഫീൽ ചെയ്യാറ്. അതുകൊണ്ട് ആദ്യം മനസ്സിലാക്കണം, കരയുന്നത് നല്ലൊരു കാര്യമാണ്. കരയുമ്പോൾ നിങ്ങളുടെ സ്ട്രെസ് ഹോർമോൺസ് ആണ് റിലീസ് ആവുന്നത്. അതുപോലെ തന്നെ കരയാൻ സാധിക്കുക എന്നുള്ളൊരു കാര്യം വീക്കായ കാര്യമല്ല. ഭയങ്കര സ്ട്രോങ് ആയ ആൾക്കാർക്ക് മാത്രമേ കരയാൻ പറ്റൂ. കാരണം സ്ട്രോങ് ആയുള്ള ലക്ഷണമാണ് അവർക്ക് അവരുടെ ഇമോഷൻസിനെ ഫീൽ ചെയ്യാൻ പറ്റാന്നുള്ളത്. പലപ്പോഴും നമ്മളുടെ ഒരു സൊസൈറ്റിയിലത്തെ ഒരു ഡെഫിനിഷൻ, സ്ട്രോങ് ആയ മനുഷ്യൻ എന്നാൽ ഭയങ്കര റിജിഡ് ആയിരിക്കണം, എന്ത് വന്നാലും ഒരു ഇമോഷനും ഫീലോ എക്സ്പ്രസ്സോ ചെയ്യാം. അത് തെറ്റായൊരു ഡെഫിനിഷനാണ്. സ്ട്രോങ് ആയ മനുഷ്യൻ എന്നാൽ അവരുടെ ഇമോഷനെ ഫീൽ ചെയ്ത് എക്നോളേജ് ചെയ്ത് കറക്റ്റായിട്ട് കരഞ്ഞിട്ടോ എക്സ്പ്രസ് ചെയ്തിട്ടോ റിലീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇനി അഥവാ ഈ കരച്ചിൽ 1 ദിവസം 2 ദിവസം 3 ദിവസത്തിന് കൂടുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് കരയുന്ന ഒരാളാണ്, അടുത്ത ദിവസം എണീക്കുമ്പോൾ ഭയങ്കര ഡ്രെയിൻഡ് ഫീൽ ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക അതൊരു ഹെൽത്തി കരച്ചിലല്ല. ഓവർ ദ ടൈം നിങ്ങളൊരു ഡിപ്രഷനിലേക്കോ ആങ്സൈറ്റിയിലേക്കോ മാറാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ കൃത്യമായിട്ട് ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കി നിങ്ങളുടെ ഫീലിങ്ങിനെ കറക്റ്റായിട്ട് പ്രോസസ്സ് ചെയ്ത് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുകൊണ്ടും കരച്ചിൽ ഭയങ്കര നല്ലൊരു കാര്യമാണ്.